ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുക നയനമോളുടെ കാര്യം. നയനമോളെ കുടിക്കേ തീരൂ എന്നൊരു പോലീസ് ഓഫീസർ തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയതാണെങ്കിൽ അതിന് കോടതിയിൽ മാത്രമേ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം മുത്തശ്ശൻ പറയുവാണ്. മുത്തശ്ശിയാണെ കരച്ചിലോ കരച്ചില്. അവിടെ മോൾക്ക് ജാമ്യം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് മുത്തശ്ശി ചോദിച്ചു. കേസ് വാദിക്കുന്നത് നവീനല്ലേ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത്. അച്ഛാ എന്നും പറഞ്ഞ് വന്ന് വിളിച്ചു. അപ്പോൾ ഇവരുടെ സംസാരം ദേവയാനി കേൾക്കാനിടയായില്ല. ഇത്രയൊക്കെ വാശിയുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് നയനമോൾ ഈ കേസിൽ നിന്ന് രക്ഷിച്ചെടുക്കണമായിരുന്നു എന്ന് ദേവയാനി വന്ന അച്ഛനോട് പറയുക. അത് കോടതി വരെ വലിച്ചു നീട്ടാൻ പാടില്ലായിരുന്നു അച്ഛാ. അന്നേരം അത് തന്നെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് മുത്തശ്ശി പറയുമ്പം കോടതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശൻ. നീ അങ്ങോട്ട് പോണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കതിന് പറ്റത്തില്ല എന്ന് ദേവയാനി. അത് കണ്ടു നിൽക്കാനുള്ള ആ ഒരു കാഴ്ച എനിക്ക് പറ്റില്ല. പിന്നെ മോളെ റിമാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുകൊണ്ട് നിൽക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയാം. ഞാൻ ചിലപ്പോൾ തളർന്ന് വീണെന്ന് വരുമെന്നും. ഞാനും ഒരുപാട് തവണ നിൻ്റെ മോനോട് പറഞ്ഞതാ ശത്രു നിസ്സാരക്കാരനല്ല എന്ന്. അപ്പോൾ അതാരായിരുന്നാലും അവനൊരു ഭീരുവാ, അല്ലെങ്കിൽ എൻ്റെ മോനെയും മരുമോളെയും ഇങ്ങനെ ചതിയിലൊന്നും പെടുത്തത്തില്ലായിരുന്നു എന്നും നമ്മുടെ ബിസിനസ് തകർക്കാൻ വേണ്ടി വളഞ്ഞ വഴി സ്വീകരിക്കില്ലായിരുന്നു എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നിൻ്റെ മോൻ്റെ വാശി അത് കൂടേണ്ടതല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അവൻ ആവേശത്തോടെ അവനുണ്ടായ പാളിച്ചകളൊക്കെ കണ്ടെത്തേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അതിനൊന്നിനും അവനെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛാ അവൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നയനമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് അച്ഛൻ അറിയാവുന്നതല്ലേ എന്ന് ദേവയാനി ചോദിക്കുക. അവളുടെ 3-ാം മാസ ചടങ്ങിന് കൂടി അച്ഛൻ വന്നിട്ടില്ലല്ലോ, അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇതുപോലെ മോൾക്കൊരാപത്തുണ്ടാക്കുമ്പോൾ പോലും മോളെ സഹായിക്കാത്ത അച്ഛൻ്റെ നിലപാട് എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ദേവയാനി ഇങ്ങനെ നേരെ അവിടെ വെച്ച് പറഞ്ഞു. ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇങ്ങനെ വിഷമിച്ച് നോക്കുക. നയനമോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമൊന്നും ഉണ്ടാവത്തില്ലായിരുന്നെന്നും ഇതൊരു തെറ്റും ചെയ്യാതെയാണ് ഒരു ദിവസം മുഴുവനും മോൾ ലോക്കപ്പിൽ കിടന്നതെന്ന കാര്യമൊക്കെ ദേവയാനി ഇങ്ങനെ അച്ഛനോട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനി അതിൻ്റെ കൂടെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ പിന്നെ നമ്മളൊക്കെ ചത്തുകളയുന്നതാണ് നല്ലതെന്നൊക്കെ ദേവയാനി പറയുക. മുത്തശ്ശൻ ഒന്നിനും പ്രതികരിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പം ദേവയാനി പറഞ്ഞത് ഇദ്ദേഹം കേട്ടില്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടോ, താൻ ടെൻഷൻ അടിക്കാതിരിക്കുക, ദേവയാനി പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും മുത്തശ്ശൻ ഇങ്ങനെ അന്നേരം പറഞ്ഞു. അപ്പോൾ ഓരോ ദിവസം നയനമോൾക്ക് ലോക്കപ്പിൽ കിടക്കേണ്ടതായിട്ട് വന്നു. അതിലെനിക്ക് ശരിക്കും വിഷമമൊക്കെ ഉണ്ട്. ആ വിഷമത്തിന് ഞാൻ പരിഹാരം കണ്ടെത്തിക്കോളാമെന്ന് മുത്തശ്ശൻ പറയുക. അങ്ങനെ ആ പരിഹാരം കാണുമെന്ന് മുത്തശ്ശിക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പത്രത്തിൽ വാർത്ത വായിക്കുവാണ് നമ്മുടെ ജയൻ. പത്രത്തിൽ വാർത്ത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ദേവയാനിയെ കാണിച്ചു കൊടുക്കുക. ദേവയാനി അത് നോക്കിയപ്പോൾ അനന്തമൂർത്തിയുടെ മരുമകൾ പോലീസ് പിടിയിൽ, അതാണ് തലക്കെട്ട് എന്നും പറഞ്ഞ് അതൊക്കെ ഇവരിരുന്ന് വായിക്കും. അപ്പോഴത്തേക്കും മുത്തശ്ശി ഇത് കണ്ടുകൊണ്ട് വരുക, മുത്തശ്ശനും കൂടി. അപ്പോൾ ഇത് ദേവയാനി ഇവരെ കാണിച്ചു കൊടുത്തു. നോക്കച്ചാ, ഇത് നോക്ക്, പത്രത്തിലും വാർത്തയെല്ലാം വന്നു കഴിഞ്ഞു. പത്രക്കാർ നല്ല രീതിയിൽ നിറം പിടിച്ച വാർത്തകൾ എഴുതി ചേർത്തിട്ടുണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പം അതെനിക്ക് കാണണമെന്നില്ലെന്നും പത്രത്തിൽ വന്ന അവരുടെ സൃഷ്ടിയല്ല, അത് അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ കേസ് ഉണ്ടാക്കിയവർ തന്നെയെന്ന് മുത്തശ്ശൻ പറയുമ്പം ഏതൊക്കെ രീതിയിലാണ് അച്ഛാ അവർ നമ്മളെയും മൂർത്തീസ് ജ്വല്ലറിയെയും തകർക്കാൻ നോക്കുന്നതെന്ന് ദേവയാനി ചോദിച്ചപ്പോൾ എന്നിട്ടും പുറത്തു പോയ നിൻ്റെ മോൻ ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മുത്തശ്ശൻ. അത് കേട്ടപ്പം ചതിയും വഞ്ചനയുമായിട്ടൊരു കൂട്ടർ അവരുടെ ജോലി ഭംഗിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ വളഞ്ഞ വഴിയിലൂടെ പോകാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ് അച്ഛാന്ന് ജയൻ അന്നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. ഡേവിഡ് എന്ന് പറയുന്ന ആളല്ല AN ജ്വല്ലറിയുടെ MD എന്ന് ആദർശ് പറയുന്നത്. അപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനി ഒരു നോട്ടം. അയാൾക്ക് മുകളിൽ മറ്റാരുണ്ടച്ചാ എന്ന് പറയുമ്പം അതെ, അത് ഞാൻ അവനോട് എത്രയോ തവണ പറഞ്ഞതാണ്. നമ്മളെ 2 കണ്ണുകളും എപ്പോഴും വീക്ഷിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ അയാൾ ഏർപ്പെടുത്തിയ ആൾക്കാർ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് കണ്ടെത്താതെ ഈ അത്യാഹിതങ്ങളൊന്നും ഒഴിഞ്ഞു പോകത്തില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് പറയുക. ഈ കുടുംബത്തോട് ഇത്രയും ശത്രുതയുള്ളത് ആർക്കാണെന്ന് ഞാൻ ആലോചിക്കുന്നതെന്ന് മുത്തശ്ശി പറയുമ്പോൾ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന നിൻ്റെ മരുമോളാണ് ഈ കഴിഞ്ഞ ദിവസം ലോക്കപ്പിൽ കിടന്നതെന്ന കാര്യം മുത്തശ്ശൻ പറയണം. ഇന്നതേ കോടതിയിലേക്ക് കയറാനും തുടങ്ങുന്നു. സ്വന്തം ഭാര്യയ്ക്ക് പോലും ഇങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടും നിൻ്റെ മോൻ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അവൻ്റെ പരാജയം തന്നെയാണെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ ഇവരോട് ദേഷ്യത്തോടെ പറയാം. അങ്ങനെ ഒരുത്തൻ മൂർത്തീസ് ജ്വല്ലറി നയിക്കാൻ പ്രാപ്തനല്ല എന്നാണ് ഞാൻ ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
കോടതി നയനമോളെ റിമാൻഡ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ജയൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയണു. നവീനിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നും എങ്കിലും അച്ഛൻ പറയുന്നത് പോലെ പ്രബലനായിട്ടുള്ള ഒരു ശത്രു ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ അയാളും വെറുതെ ഇരിക്കില്ലല്ലോ എന്നും ജയൻ പറയാം. നയനമോൾക്കുണ്ടാകുന്ന തിരിച്ചടി ഈ കുടുംബത്തെ മുഴുവനും തകർക്കും എന്ന് ഇതിൻ്റെ പിന്നിലുള്ളവർക്ക് നന്നായിട്ട് അറിയാമെന്നും ജയൻ പറയണു. അതുകൊണ്ട് അവരും രണ്ടും കൽപ്പിച്ചായിരിക്കും കോടതിയിലേക്ക് വരുന്നതെന്ന കാര്യമൊക്കെ ജയൻ ഇങ്ങനെ പറയും കേട്ടോ. നയന എന്തായാലും ജയിലിലേക്ക് പോവില്ല എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ എന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു. ദേവയാനിൽ നിന്ന് ഭയങ്കര കരച്ചിൽ. നിന്റെ മോനെ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിലും നവീനിൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്നും അവൻ മിടുക്കനാണെന്നും മുത്തശ്ശൻ പറയുക. അതും പറഞ്ഞ് മുത്തശ്ശൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം ഡേവിഡും ആ വക്കീലും കൂടെ കണ്ട് സംസാരിക്കാം. അതെ, ഒരു ഗോൾഡൻ ചാൻസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുത്തിരിക്കുന്നത് അവളുടെ കാറിൽ നിന്നാണെന്ന് ഡേവിഡ് പറയുന്നു. അതുകൊണ്ട് വക്കീൽ ചേച്ചിയെയും അനിയത്തെയും കോടതിയിലിട്ടൊന്ന് വട്ടം കറക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിസ്സാര കേസാണ്. പിന്നെ അനന്തപുരിയിലെ മരുമകളല്ലേ, അപ്പോൾ അവൾക്ക് വേണ്ടി ഹാജരാകാൻ പോകുന്നത് ആ പയ്യനായിരിക്കും ും നരസിംഹൻ സാറിൻ്റെ കൊച്ചുമോനായിരിക്കും, നവീനായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പം അവൻ മിടുക്കനാണെന്നൊക്കെയാ കേട്ടതെന്നൊക്കെ ഇയാൾ പറയുമ്പം മിടുക്കനൊക്കെയാ എന്ന് വെച്ച് പോലീസ് വ്യക്തമായി തെളിവ് സഹിതം പിടിച്ച കേസല്ലേ, അവിടെ ആ പയ്യൻ എന്തു മലമറിക്കാനാ എന്ന് വക്കീൽ ഡേവിഡിനോട് ചോദിച്ചു. എന്തായാലും ശരി, നമ്മുടെ ഭാഗം ജയിക്കണമെന്ന് ഡേവിഡ്. CI എൻ്റെ ആളായതുകൊണ്ട് ജാമ്യമൊന്നും കൊടുത്തിട്ടില്ല എന്ന് ഡേവിഡ് പറയാം. പക്ഷേ കോടതിയെ സ്വാധീനിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ വക്കീൽ കഴിവ് തെളിയിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഈ കേസിൽ അവളെ കോടതി റിമാൻഡ് ചെയ്യണമെന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അവൾ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടക്കണമെന്നും. അല്ല, അവൾ പ്രഗ്നൻ്റ് ആണല്ലേ? അപ്പോൾ അതെ, അങ്ങനെയുള്ളവൾ ജയിലിൽ കിടന്നാലേ അവളെ സ്നേഹിക്കുന്നവർ മുഴുവനും തകർന്നു പോകില്ലേ എൻ്റെ വക്കീലെ? ആ തകർച്ചയാണ് നമുക്ക് വേണ്ടതെന്ന കാര്യം പറയാണ് ഡേവിഡ്. മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും കുളം തോണ്ടാൻ തന്നെയാണ് വക്കീലെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് എന്ന് ഈ ഡേവിഡ് പറയുമ്പോൾ അതും മനസ്സിലായി. പക്ഷേ അതിന് മാത്രം സാറിന് അവരോട് വൈരാഗ്യം തോന്നാനുള്ള കാരണം എന്താണെന്ന് ഈ വക്കീൽ ചോദിച്ചു. വക്കീൽ ചോദിക്കുന്ന പൈസ ഒരു മടിയും കൂടാതെ കൃത്യസമയത്ത് എത്തിച്ചു തരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാ കേസുകളും വക്കീലിന് തന്നെയാണല്ലോ ഞങ്ങൾ ഏൽപ്പിച്ചും തരുന്നത്. അതുകൊണ്ട് മറുചോദ്യമൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ വക്കീലൊന്ന് ചിരിച്ചു. അതുപോലെ നമ്മുടെ സംസാരം മൂന്നാമതൊരാൾ അറിയാനും പാടില്ല എന്നും പറഞ്ഞു. ദേ, അനന്തമൂർത്തി കരയണം, എനിക്കത്രയേ ഉള്ളൂ. അപ്പോൾ വക്കീൽ ഇങ്ങനെ നിൽക്കുക. അതും പറഞ്ഞ് ഇയാൾ അങ്ങ് പോയി. പിന്നെ ദേ കോടതിയിലേക്ക് CIയും മറ്റുള്ളവരെല്ലാവരും നമ്മുടെ നയനയെ കൊണ്ടുവരിക. ഇറങ്ങടി ഇങ്ങോട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിപ്പീരെ CI. അപ്പം ടെൻഷനൊന്നും വേണ്ട ചേച്ചെന്ന് നന്ദു പറയുമ്പം എനിക്കൊരു ടെൻഷനും ഇല്ല, ഒരുത്തനെയും പേടിയില്ല എന്ന് നയന അന്നേരം അവിടെ നിന്ന് പറഞ്ഞു. CIയെ കൊള്ളിച്ച് പറഞ്ഞതാ നയന. അപ്പോഴേക്കും പിന്നാലെ ദേ നമ്മുടെ ആദർശ് വന്നു. അപ്പം നവീൻ ഇറങ്ങി വന്നു. അപ്പം നയനെ എന്നും പറഞ്ഞ് ആദർശ് ഓടി വന്നപ്പം അതെ, കുടുംബകാര്യം പറയാനല്ല നമ്മൾ ഇങ്ങോട്ട് വന്നതെന്നും കോടതി വിടാൻ സമയമായെന്ന് പറഞ്ഞ് CI വലിയ ഷോ കാണിക്കുക അവിടെ വെച്ച്. അന്നേരം നവീൻ, സാറേ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയൊക്കെ കഴിഞ്ഞു, ഇത് കോടതിയാണ്, ഇവിടെ അധികം ഷോ ഒന്നും സാർ ഇറക്കണ്ട കേട്ടോ എന്ന് CIയോട് പറഞ്ഞപ്പം അയ്യോ, ഞാൻ ഷോ കാണിച്ചല്ല വക്കീൽ സാറേ, പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ ബന്ധുക്കളോട് തിരിഞ്ഞു നിന്ന് സംസാരിക്കേണ്ട കാര്യമില്ലെന്നേ പറഞ്ഞുള്ളൂ എന്ന് CI. അപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ഭാര്യയെ കള്ളക്കേസിൽ കുടുക്കിയിട്ടാണ് താൻ കൊണ്ടുപോകുന്നതെന്നും ആദർശ് പറയുമ്പോൾ തൊണ്ടി മുതലോടെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അതിന് വ്യക്തമായ തെളിവും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വക്കീലെ കഴിവ് തെളിയിച്ച ആളല്ലേ, നമുക്ക് നോക്കാമെന്ന് CI. ഇന്നത്തെ പ്രകടനം അതെവിടം വരെ പോകുമെന്ന്. അപ്പോൾ നമ്മുടെ നവീനൊന്ന് ചിരിച്ചു. എന്നാൽ പിന്നെ നടക്കുക എന്നും പറഞ്ഞ് നയനയും കൊണ്ട് ഇവരങ്ങ് പോവുക കേട്ടോ. അപ്പോൾ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നവീൻ പേടിക്കേണ്ട ആദർശേട്ടാ, ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. പോലീസ് വലിയൊരു കുരുക്കാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നും പരമാവധി നമുക്കത് അഴിക്കാൻ ശ്രമിക്കാമെന്നും നവീൻ പറയാം. എന്നിട്ട് ഇവരകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ആദർശിനെയും നവീനെയും കണ്ടപ്പം ഡേവിഡിൻ്റെ വക്കീൽ ഇവരിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് നേരെ ഇവരുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ആദർശിനൊക്കെ ഭയങ്കര ദേഷ്യമുണ്ട്. അപ്പോൾ വക്കീലെ, നരസിംഹൻ സാറിൻ്റെ പേര് നിലനിർത്തുന്ന വക്കീൽ എന്നാ പരക്കെയുള്ള പരച്ചിൽ, ആ ആത്മവിശ്വാസം തലയിൽ കയറിയിട്ട് എല്ലാ കേസും ഏറ്റുപിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഈ വക്കീൽ നവീനോട് ചോദിച്ചു. ഒരിക്കൽ തോറ്റാലേ തോറ്റതാ എന്ന് പറഞ്ഞപ്പം തോൽവിയും ചെയ്യൊക്കെ കോടതിയിലുണ്ടാകും എന്ന് വെച്ച് വിജയത്തിൻ്റെ ലഹരിയൊന്നും എൻ്റെ തലയ്ക്ക് പിടിക്കാറില്ല എന്ന് നവീൻ പറഞ്ഞു. ഇതുവരെ തോറ്റിട്ടില്ലാത്ത വക്കീല് ഈ ശർമ്മയുടെ മുന്നിൽ തല താഴ്ത്തി പോകുന്നത് എനിക്കൊരു ക്രെഡിറ്റാ കേട്ടോ എന്നൊക്കെ ഇയാൾ ഇവിടെ നിന്ന് പറഞ്ഞു. ആദർശ് ഇതൊക്കെ കേട്ട് കലി കയറി നിൽക്കുക. അനന്തപുരിക്കാർ പണത്തിൽ മുങ്ങി താഴുന്നവരാ, അതുകൊണ്ട് ഈ കേസിൽ ഇഷ്ടംപോലെ കാശ് കിട്ടുമായിരിക്കും. എന്നാൽ പിന്നെ തോറ്റാൽ എന്ത് ജയിച്ചാൽ എന്തല്ലേ?
ശരി, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. അയാൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം നവീനെ എന്ന ആദർശിൻ്റെ ഒരു വിളി. അപ്പോൾ ആദർശേട്ടൻ പേടിക്കേണ്ടെന്നേ, നയനെ ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയാണ്, അത് കോടതി പരിഗണിക്കാതിരിക്കില്ല, ജാമ്യം നിഷേധിക്കാനും പറ്റില്ല, അവൾക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ, അതിപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല ആദർശേട്ടാ, എന്തായാലും ആദർശേട്ടൻ വാ എന്ന് പറഞ്ഞ് നവീൻ വിളിച്ചുകൊണ്ട് പോന്നു. ഈ സമയത്ത് മുത്തശ്ശനൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കാം. അത് വാർത്തയിൽ, അതായത് ടി വിയിലോ മൊബൈലിലൊക്കെ കാണുവാണ്, എൻ ജ്വല്ലർ എന്ന ശക്തമായൊരു എതിരാളി വന്നതോടുകൂടി കസ്റ്റമേഴ്സ് മൂർത്തീസ് ജ്വല്ലറിയെ കൈവിട്ട മട്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ വായിച്ചത് കേട്ടുകൊണ്ടിരിക്കുക. ഇത് കേട്ടപ്പോൾ മുത്തശ്ശന് സഹിക്കുന്നില്ല. മുത്തശ്ശനാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ തകർന്നിരിക്കും. അപ്പോൾ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. കരച്ചിൽ മുത്തശ്ശിയും. അപ്പോൾ ദേ മുത്തശ്ശിയുടെ കരച്ചിൽ കണ്ടപ്പം ഇല്ലാത്ത കഥകളൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞ് പരത്തുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മുത്തശ്ശിന് ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം. എന്നിട്ടും ഇദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോൾ, എടോ ഇപ്പം ഈ വാർത്തയൊക്കെ വന്നല്ലോ, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ എതിരാളികൾക്ക് ദോഷമേ ചെയ്യൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് ആദർശിന് നിസ്സാരമായി കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെ പറ്റും? ഇദ്ദേഹം പറയുന്നത് എൻ ജ്വല്ലറിയുടെ MD ബിനാമി ആണെന്നല്ലേ, ആ ബിനാമി ആയിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയുമ്പോൾ, എങ്കിലും മറിഞ്ഞിരിക്കുന്നവൻ ഒരു ദിവസം പുറത്തു വരാതിരിക്കില്ല എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയണം. എൻ്റെ ഉള്ളിൽ ചില സംശയങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ടെന്ന് പറയുമ്പം, അങ്ങനെ സംശയിച്ചുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നൊരു കാര്യമുണ്ടോ എന്ന് ചോദിക്കാം മുത്തശ്ശി. എല്ലാവരും നെഞ്ചിരിപ്പോടെയല്ലേ കാത്തിരിക്കുന്നത് മോൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഞാൻ തന്നോട് നേരത്തെ പറഞ്ഞല്ലോ, അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സംഭവിച്ചാൽ പിന്നെ ഈ സസ്പെൻസൊക്കെ അവിടെ തീരുമെന്ന് മുത്തശ്ശൻ. ഞാൻ മുന്നിട്ട് ഇറങ്ങും ഇതിൻ്റെ അന്ത്യം കാണാനെന്ന് മുത്തശ്ശൻ പറയുമ്പം എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നു. ഇന്നലെ രാത്രി ഒരുപാട് ദുർസ്വപ്നങ്ങളൊക്കെ കണ്ടെന്ന് പറയുമ്പം പഴയതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മുടെ ഉള്ളിലെ ഭയങ്ങൾ കടന്നുകൂടുന്നതാണെന്ന കാര്യം പറയാം. അപ്പോൾ എന്നെപ്പോലെ തന്നെ നീറ്റിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യം ഇങ്ങനെ മുത്തശ്ശി പറയുന്നു. പിന്നെ എങ്ങനെ ഈ രീതിയിലൊക്കെ ഇരിക്കാൻ പറ്റുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വീടിൻ്റെ നെടുന്തൂണാണ് ആദർശം നയനയും. അവരെയാണ് നമ്മുടെ എതിരാളികൾ തെരഞ്ഞു പിടിച്ച് കെണിയിൽ പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നന്മയില്ലാത്തവർക്ക് ഒരുപാട് നാൾ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല വസുന്ധരെ. അതൊരു എൻ്റെ അനുഭവമാണ്. നമ്മളോട് ഈ ദ്രോഹം ചെയ്തവർ നിലയില്ല കയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, പക്ഷെ അങ്ങനെ പോകുന്നത് ഈ കുടുംബമല്ലേ എന്ന് മുത്തശ്ശനോട് ചോദിച്ചു. അപ്പോൾ താൻ ഭയക്കാതെടോ, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇത് നമ്മൾ തരണം ചെയ്തിരിക്കുമെന്ന് മുത്തശ്ശിക്കും വാക്ക് കൊടുക്കണം. അങ്ങനെ അവർ രണ്ടുപേരും അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നെ നയനയെ കോടതിയിലേക്ക് കയറ്റി. അങ്ങനെ കോടതി കൂടുവാണ്. അപ്പോൾ നമ്മുടെ ഡേവിഡിൻ്റെ വക്കീൽ, അതായത് നാഗേന്ദ്രൻ്റെ വക്കീൽ വന്ന് നയനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ ജ്വല്ലറിയും ബിസിനസ്സും ഒക്കെ ആയിട്ട് ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് ചോദിക്കുമ്പം, അപ്പോൾ എൻ്റെ വിവാഹശേഷമാണ് ഞാൻ മൂർത്തി ജ്വല്ലറിയിൽ പോയി തുടങ്ങിയെന്ന് നയന പറഞ്ഞു. നിങ്ങളുടെ വിവാഹശേഷം എന്ന് പറഞ്ഞാൽ അതിനൊരു കാലമില്ലേ എന്ന് ഈ വക്കീൽ നയനയോട് ചോദിച്ചു. അല്ല, ആ കാലം ഇനി ഞങ്ങൾ ഊഹിച്ചെടുക്കണോ എന്ന് വക്കീൽ നയനയോട് ചോദിക്കാം. നിങ്ങളുടെ വിവാഹം നടന്നത് എന്താണെന്നേ കോടതിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായെന്ന് നയന പറഞ്ഞു. വിവാഹം കഴിഞ്ഞ ഉടൻ മൂർത്തീസ് ജ്വല്ലറിയിൽ പോയി തുടങ്ങിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുത്തെ ഡിസൈനറായിട്ട് ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു നയന. അതിനു മുൻപ്, അതായത് നിങ്ങളുടെ വിവാഹത്തിന് മുൻപ് എന്തായിരുന്നു നിങ്ങളുടെ ജോലി എന്ന് ചോദിക്കുമ്പം, ഞങ്ങൾക്കൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നെന്നും നയന ആർട്ട് ഗാലറി എന്നായിരുന്നു അതിൻ്റെ പേരെന്നും നയന പറയാം. അപ്പം ജഡ്ജി ഇതൊക്കെ കേട്ടിരിക്കാം. അപ്പം നല്ല ആർട്ടിസ്റ്റ് ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പം സാമാന്യം തരക്കേടില്ലാതെ വരയ്ക്കും. എൻ്റെ അച്ഛൻ അമ്പലത്തിലെ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയാണെന്നും അങ്ങനെയാണ് ഞാൻ അതൊക്കെ പഠിച്ചതെന്നും നയന പറയണം. അപ്പം എല്ലാ ചെപ്പടി വിദ്യയും അച്ഛനിൽ നിന്നാണോ വശത്താക്കിയതെന്ന് ചോദിക്കുമ്പം, എൻ്റെ അച്ഛൻ എന്നെ നേർവഴിക്ക് തന്നെയാണ് നയിച്ചിട്ടുള്ളതെന്ന് നയന അന്നേരം പറഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം ആയെന്നല്ലേ പറഞ്ഞത്? ആ അതെ. നേർവഴിക്ക് നിങ്ങളെ നയിച്ച നിങ്ങളുടെ അച്ഛൻ നേരായ മാർഗത്തിൽ തന്നെയാണോ ഈ വിവാഹം നടത്തിയത് എന്ന് ഇയാൾ നയനയോട് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നയന ആദർശൻ്റെ നേരെ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് നന്ദു ആണെങ്കിൽ കലി കയറി നിൽക്കുന്നു. അപ്പം എന്താണെന്ന് പരുങ്ങുന്നേ? അതായത് നിങ്ങളുടെ ഭർത്താവായ ആൾ നിങ്ങളെ മാന്യമായി വന്ന് പെണ്ണ് കണ്ടാണോ നിങ്ങളെ വിവാഹം കഴിച്ചതെന്നാണ് എൻ്റെ ചോദ്യം എന്നിങ്ങനെ ഈ വക്കീൽ ചോദിക്കുമ്പം നയന ഇങ്ങനെ ഉത്തരവില്ലാതെ ഇങ്ങനെ തല കുനിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ജഡ്ജി ഇങ്ങനെ നോക്കുക കേട്ടോ. അന്നേരം അത് പിന്നെ ഞങ്ങളുടെ വിവാഹം അബദ്ധത്തിലാണ് നടന്നത് എന്ന് പറയുമ്പം, അബദ്ധത്തിലെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചതി ഉണ്ടല്ലോ. അപ്പം ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല എന്ന് നയന പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു ചതിച്ചിട്ടില്ല എന്ന് വക്കീൽ. അങ്ങനെ നയനയുടെ അതുപോലെ
ആദർശിൻ്റെയും കല്യാണത്തെ പറ്റി ഇയാൾ കുറേ അങ്ങ് പറഞ്ഞു അവിടെ നിന്ന്. അപ്പോൾ കല്യാണം ആദ്യം ആലോചിച്ചത് ചേച്ചിയാണെന്നും ചേച്ചി കല്യാണ സമയത്ത് നിങ്ങളുടെ ഭർത്താവിൻ്റെ അനിയനോടൊപ്പം ഒളിച്ചോടി പോയില്ലേ, അവിടെയല്ലേ നിങ്ങൾ മണ്ഡപത്തിൽ കയറിയത്, താല് കഴുത്തിൽ വീണ ശേഷമാണ് ആള് മാറിപ്പോയതെന്ന് അയാൾക്ക് പോലും മനസ്സിലായത്, ശരിയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ ആദർശൻ്റെ നേരെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ യുവർ ഓണർ, വിവാഹം നടന്നത് എങ്ങനെയായിക്കോട്ടെ, വിവാഹശേഷം അവർ മാതൃകാ ദമ്പതികളാണെന്ന് നവീൻ അന്നേരം ചാടിക്കയറി പറഞ്ഞു. അപ്പോൾ നല്ല രീതിയിലാണ് അവരുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നവീൻ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, പക്ഷേ ഈ കേസിലെ പ്രതിയുടെ കുടുംബ പശ്ചാത്തലം ബഹുമാനപ്പെട്ട കോടതിയെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വിവാഹത്തിലേക്ക് പോയതെന്നുള്ള കാര്യം പറയുവാണ് നേരത്തെ ഈ ഡേവിഡിൻ്റെ വക്കീൽ. അപ്പം നയനി എന്ന് പറഞ്ഞ ഈ പ്രതി പറയുന്നത് അവരുടെ അച്ഛൻ മാന്യമായിട്ടാണ് കുട്ടികളെ വളർത്തിയതെന്നാണ്. എന്നാൽ ഇവിടെ ആ മാന്യൻ്റെ മൂത്ത മകൾ മുഹൂർത്ത സമയത്ത് ഒളിച്ചോടി പോയെന്ന കാര്യം പറയണു. ഇവർ മുഖം മറച്ച് ചേച്ചിയെ കെട്ടാൻ വന്ന ആളിൻ്റെ ഭാര്യയും ആയെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കേട്ട് നയനെ ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുക. അത് നിഷേധിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ വക്കീൽ അവിടെ നിന്ന് വലിയ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നു. യുവർ ഓണർ, ആ കല്യാണത്തിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കോടതിയുടെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നവീൻ അവിടെ അങ്ങോട്ട് ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും കോടതിയെ പേടിയൊന്നും ഇല്ലല്ലേ എന്ന് നയനയോട് ചോദിച്ചു. അപ്പോൾ കുറ്റം ചെയ്തവരാണ് കോടതിയെ പേടിക്കേണ്ടതെന്ന് നയനി അന്നേരം പറഞ്ഞു. എനിക്ക് കോടതിയോട് ബഹുമാനമാണെന്നും അവിടെ നീതി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും നയന പറഞ്ഞപ്പം നീതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു മനസ്സുണ്ടെന്ന് കോടതിക്ക് ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് ഈ വക്കീൽ പറയുക. പിന്നെ പണത്തോട് വലിയ ആർത്തിയാണല്ലേ എന്ന് നയനയോട് ഇങ്ങനെ ഈ വക്കീൽ ചോദിച്ചു. അപ്പോൾ ജീവിക്കാൻ പണം വേണം, അല്ലാതെ പണം കൊണ്ട് എല്ലാം നേടാമെന്നൊരു ചിന്തയൊന്നും എനിക്കില്ല എന്ന് നയന ഇയാളോട് പറഞ്ഞു. പിന്നെന്തുകൊണ്ടാണ് ഈ നാട്ടിലെ പേരും പെരുമയുള്ള ഒരു കുടുംബത്തിലേക്ക് തന്നെ കള്ളം പറഞ്ഞ് കയറി ചെല്ലണമെന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും ആഗ്രഹിച്ചത് എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഞെട്ടി നിൽക്കുക നന്ദു. ഒരാളല്ലല്ലോ, ചേച്ചിയും അനിയത്തിയും അങ്ങനെയല്ലേ ആ കുടുംബത്തിലേക്ക് കയറി പറ്റിയത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയതാണെന്ന് നയനി അന്നേരം പറഞ്ഞു. എൻ്റെ ചേച്ചി മുഹൂർത്ത സമയത്ത് പിന്മാറിയപ്പോൾ എൻ്റെ ഗതികേട് കൊണ്ടാണ് എനിക്ക് ആ സമയത്ത് കതിർ മണ്ഡപത്തിൽ മുഖം മറിച്ചിരിക്കേണ്ടി വന്നതെന്ന് നയന പറഞ്ഞു. അത് കേട്ടപ്പം യുവർ ഓണർ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? ക്രിമിനൽ മനസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടിക്ക് മാത്രമേ ഈ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ വലിയ ഡയലോഗുകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ശേഷം ആദ്യം ഭർത്താവിന് നിങ്ങളോട് ദേഷ്യമായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് നയന പറഞ്ഞു. അല്ല, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനൊന്നും മിണ്ടാതെ നിന്നപ്പം എന്താ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാത്തത്? അപ്പോൾ സാറിപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം സാറ് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്ന് നയന ഇങ്ങനെ നേരം തിരിച്ചു പറയാം. ചെറിയ തെറ്റിദ്ധാരണകൾ ഞങ്ങളുടെ കല്യാണത്തിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു വെറുപ്പ് എൻ്റെ ഭർത്താവ് ആദ്യമൊക്കെ എന്നോട് കാണിച്ചിരുന്നു എന്ന് നയന പറയുമ്പം ഭർത്താവ് മാത്രമാണോ അത് മറ്റുള്ളവരും അങ്ങനെയായിരുന്നോ എന്നും ഈ വക്കീൽ ചോദിക്കാം. അപ്പം ആ വീട്ടിൽ കുറച്ചു പേർക്ക് എന്നോട് എതിർപ്പുണ്ടായിരുന്നു എന്ന് നയന പറഞ്ഞപ്പം അതിനുശേഷം മായാജാലക്കാരിയായി നിങ്ങൾ ഭർത്താവിനെ വരുതിയിലാക്കി, എന്നിട്ടും അമ്മായിയമ്മ നിങ്ങളെ അംഗീകരിക്കാൻ ഒരുക്കമല്ലായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. യാതൊരു അർഹതയുമില്ലാതെ കുടുംബത്തിൽ കയറിയവളെ പുകച്ചു പുറത്തു ചാടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പലപ്പോഴും ശ്രമിച്ചിരുന്നത്. അവസാനം അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കാൻ അമ്മായിയമ്മയ്ക്ക് മരുമകൾ കരൾ ദാനമായി കൊടുക്കേണ്ടി വന്നു അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അവർക്ക് വിഷം ഉള്ളിൽ ചെന്ന് കരളിന് സാരമായ ഡാമേജ് സംഭവിച്ചപ്പോൾ അതുമായി മാച്ച് ചെയ്യുന്ന മരുമകളുടെ കരൾ കൊടുത്തിട്ടാണ് അവരുടെ ജീവൻ നിലനിർത്തിയത് എന്നൊക്കെ ഇങ്ങനെ ഈ വക്കീൽ പറയുന്നു. മൊത്തം കുഴപ്പമാകുമെന്ന് ഇവർക്ക് മനസ്സിലായി. പിന്നെ അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത മരുമകളെ ആ അമ്മായിയമ്മ അതീവ ഗുരുതരമായി സ്നേഹിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ നവീൻ ചാടി എഴുന്നേറ്റിട്ട് അങ്ങനെ ഒരു ദാനം നൽകിയത്, അവയവദാനം നൽകിയത് പുണ്യമായിട്ടാണ് നമ്മളെല്ലാവരും കാണുന്നത്, അതിനെപ്പോലും ഇത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് നവീൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു വക്കീല. ആ കുടുംബത്തിൽ വേരുറപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നയന എന്ന ഈ പെൺകുട്ടിയും അനന്തപുരി എന്ന വലിയ കുടുംബത്തിലേക്ക് കടന്നു വന്നതെന്നൊക്കെ പറഞ്ഞ് നയനയെ അവിടെ കോടതി മുറിക്കകത്തിട്ട് ഇയാൾ വല്ലാണ്ട് ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. ഇന്ന് അയാളുടെ കോട്ടയാണെങ്കിൽ നാളെ നമ്മുടെ നവീൻ്റെ കോട്ടയായിരിക്കും. നാണം കെട്ട് തോലി ഉരിഞ്ഞ് ഇവരൊക്കെ ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആരും മിസ് ചെയ്ത് കളയാതെ കാണും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.